ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർട്ട് മാസ്റ്റർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിജയ് അങ്ങണ്ടിയൂർ. അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ പ്ലൈവുഡ്, മൈക്ക, ഷീറ്റ്, അപ്പോൾ എന്ത് വേണമെങ്കിലും കട്ട് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ഐറ്റാണ്. അപ്പോൾ നമുക്ക് വീതിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നിർമ്മിക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതല്ലെങ്കിൽ നമുക്ക് മറ്റൊരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഒരു 4 ആൾ വേണം, പണിക്കാർ വേണം, അതേപോലെ തന്നെ പ്ലൈ എടുത്ത് കൊണ്ടുപോയി വെച്ച് അതേപോലെ തന്നെ നമുക്ക് കേജൊക്കെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് വേണ്ട അളവിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് എവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക വേണ്ടുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് ഒരു പിടുത്തുണ്ട്, അതേപോലെ തന്നെ ഈ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ നമുക്ക് വേണ്ട അളവിലേക്ക് ഇത് നീക്കി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇത് നമുക്ക് അഴിച്ചെടുത്തിട്ട് നമുക്ക് പീസുകളൊക്കെ കണ മുറിക്കാനായിട്ട്, നീളമൊക്കെ മുറിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ഇത് ഊരിയെടുത്തിട്ട് നമുക്ക് ഇതുകൊണ്ട് തന്നെ നീളവും മുറിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ കിച്ചൺ കബോർഡുകളും അതേപോലെ തന്നെ ഒരുപാട് കബോർഡുകളൊക്കെ നമുക്ക് പണികളൊക്കെ ആയിട്ട് ഒരുപാട് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ പ്ലൈവുഡ് ഷീറ്റുകളൊക്കെ നമ്മൾ വീതി വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയൊരു കട്ടർ വേണം, അത് മേശയ്ക്ക് അടിയിൽ പിടിപ്പിക്കണം, അതിൽ 4 ആൾ വേണം, അത് വീതി വെച്ച് വലിച്ച് പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്ര അധികം വേണം. അപ്പോൾ നമുക്ക് അതേപോലെ ഈ ഒരു സ്റ്റാൻഡ് ഇത് നമുക്ക് കട്ട് ചെയ്യാനായിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു പട്ടറ, ഒരു മേശ നമ്മൾ പണി സ്ഥലത്തേക്ക് എല്ലായിടത്തും വണ്ടി വിളിച്ച് കൊണ്ടുപോകും വേണം. അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിലൊരു സ്റ്റാൻഡ് തന്നെ ഉണ്ടാക്കിയാലെന്നൊക്കെ നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബൈക്ക് വളരെ സിമ്പിളായിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഇതൊക്കെ നെറ്റ് ബോൾട്ടാക്കണം, സിമ്പിളായിട്ട് നമുക്ക് വണ്ടിയിൽ വെച്ച് കെട്ടി കൊണ്ടുപോകാമെന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ അടിപൊളി സ്റ്റാൻഡാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്ത് കാണാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ അതായത് നമ്മൾ ഒരുപാട് വ്യത്യസ്തമായ വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതായത് നമുക്ക് പണിക്ക് ആവശ്യമുള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരുപാട് ആവശ്യമുള്ളതുമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്തും വേണമെങ്കിലും നിർമ്മിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് തോന്നി ഈ ഒരു ഐറ്റാണ് നിർമ്മിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളൊരു കുഞ്ഞ കഷ്ണം പ്ലൈവുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് വളരെ വ്യത്യസ്തമായ ഒരു ഷേപ്പിലുള്ളതാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വേണ്ട അളവിൽ സിമ്പിളായിട്ട് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ലെവലിലൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ട എവിടെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നമുക്ക് ഒരു ആണി കുത്തി കൊടുക്കാം. ആണി കുത്തി കൊടുക്കുക, സീ ക്ലാമ്പ് ഇട്ട് പിടിപ്പിക്കുക. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് കട്ട് ചെയ്യുമ്പോഴൊക്കെ മാസ്ക് ഒക്കെ നിർബന്ധമായിട്ട് ധരിപ്പിക്കുക. അതായത് നമ്മൾ ഷീറ്റ് കണ്ട വളരെ ഈസി ആയിട്ട് ആ ഒരു അരിക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അരിക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു അരിക്ക് നമുക്ക് മട്ടത്തിന് കട്ട് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു മട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരിക്ക് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു അരിക്കുന്നത് കറക്റ്റ് മട്ടത്തിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട ഈ ഒരു അരിക്ക് നമ്മളിത് കറക്റ്റായിട്ട് നമ്മളിത് മട്ടത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഷീറ്റുകൾ വീതി വലിക്കാം. അപ്പോൾ 8 അടി നീളത്തിൽ അതുപോലെ 4 അടി വീതിയിലൊക്കെ കിടക്കുന്ന വലിയ ഷീറ്റുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് 1-2 പേരൊന്നും വേണ്ട, നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കട്ടറും അതുപോലെ ഈ ഒരു സ്റ്റാൻഡും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കട്ടറിൽ ഈ ബെഡ് നമ്മൾ പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബെഡ്. അപ്പോൾ ഇത് നമുക്ക് വെൽഡ് ചെയ്ത് വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ നെറ്റ് ബോൾട്ട് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മട്ടത്തിനാണെങ്കിൽ വീതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നെറ്റ് ബോൾട്ട് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് വെൽഡ് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് കേജ് വെക്കാനായിട്ട് ഈ ഒരു സംഭവമാണ് പണിതെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അഴിച്ചെടുക്കാൻ പാകത്തിനാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് കോർക്കാം.
അപ്പോൾ ഇത് നമ്മുടെ കട്ടറിൻ്റെ ഈ ഒരു സെറ്റപ്പ് തന്നെ നമുക്ക് ആയിട്ടുണ്ട് ഇഷ്ടമുള്ള രീതിയിൽ വീതി വലിക്കാനുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റാൻഡ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എത്ര വലിയ ഷീറ്റ് ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ഈ ഒരു കേജ് വെച്ചിട്ട് സിമ്പിളായിട്ട് പിടിച്ചെടുക്കുക, കട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കേബിൾ നല്ലതായിരിക്കണം. അപ്പോൾ ഇത് ഈ സ്റ്റീലിൽ തട്ടിയിട്ട് നമുക്ക് ഷോക്ക് വെക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് നല്ലൊരു കേബിളിൽ ഇട്ട് വെക്കണം. അപ്പോൾ അതാണ് ഇതിൽ വരുന്നൊരു പ്രശ്നം വരുന്നത്. അളവ് വെച്ചതിന് ശേഷം നമുക്കിത് ഈ ഒരു എവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇതെങ്ങനെ അപ്പോൾ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ അതായത് നമുക്ക് വീട്ടിലായതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞ പീസാണ് പ്ലൈവുഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു സ്റ്റാൻഡാണുള്ളത്, അതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ. അപ്പോൾ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് വീതിയിൽ വല്ല വ്യത്യാസം ഉണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടാണ് വീതി വരെ കറക്റ്റായിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരാൾക്ക് തന്നെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് വളരെ ഈസി ആയിട്ട് നിർമ്മിക്കാം. അപ്പോൾ ഇനി ഇത് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു 12 mm പൈപ്പാണ്, SS പൈപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് 1 മീറ്റർ നീളത്തിൽ 2 കഷ്ണം പീസ് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വട്ടനെ കൊടുക്കുന്ന കുറേ പീസുകളാണ്. അപ്പോൾ അത് 2 വേണം. അപ്പോൾ അത് നമ്മൾ ഒരടിയാണ് കൊടുക്കുന്നത്, 30 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ വലിയത് 2 1 മീറ്ററും അതേപോലെ തന്നെ 30 സെൻറ്റിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ പീസുകളൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇനി വെൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഒരു പീസ് അടിയിലും അതേപോലെ തന്നെ ഒരു പീസ് മുകളിലാണ് നമുക്ക് വെൽഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതേ കറക്റ്റ് കണക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് സമാധാനത്തിൽ ആയത്തിൽ കറക്റ്റായിട്ട് നോക്കി വെച്ച് വെൽഡ് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ വെൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കഷ്ണം നമ്മൾ അടിയിൽ വെച്ചിട്ടാണ് വെൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അളവ് വയ്ക്കുമ്പോൾ ആ ഒരു ഭാഗം മുട്ടിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് വെൽഡ് ചെയ്ത്. അപ്പോൾ ഇനി ഈ ഒരു ഭാഗം നമുക്ക് ബാക്കിൽ വെക്കുന്ന ഈ ഒരു ഭാഗം നമ്മൾ മുകളിലാണ് വെച്ച് വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഒരു പീസ് നമുക്ക് അഴിച്ചെടുക്കാൻ പാകത്തിന് ഒരു പീസ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ആ ഒരു പീസ് നമ്മൾ വെച്ചിട്ട് അതുമ്മിലാണ് നമ്മൾ വെൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ അടിപൊളിയായിട്ട് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ കാണയും പിരിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല കറക്റ്റ് അളവായിട്ടുള്ള ഒരു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കട്ടറിൻ്റെ ബെഡ് ആ ഒരു സെറ്റ് അങ്ങനെ ഓടിക്കാൻ പാകത്തിനുള്ളത്. അപ്പോൾ കറക്റ്റ് 12 mm നമ്മൾ ആ ഒരു ഉള്ളിലത്തെ പൈപ്പ്, അതിനുശേഷം നമ്മൾ 16 mm മറ്റൊരു പൈപ്പാണ് എടുത്തിരിക്കുന്നത്. അതാണ് കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു 6 ഇഞ്ച് നീളത്തിൽ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ നമ്മളത് ഷീറ്റാണിത് 6 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഷീറ്റും അതേപോലെ തന്നെ ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂട്ടി വെൽഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ ബെഡ് ഉറപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി നമുക്കിതിലേക്ക് നട്ട് ബോൾട്ട് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഊരിയെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ നട്ട് ബോൾട്ട് പിടിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുളകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഇനി നമ്മുടെ കട്ടറൊന്ന് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് നമ്മൾ തുളയിട്ടുകൊണ്ടിരിക്കുകയാണ്. കട്ടറിൻ്റെ ബെഡിൽ തുളയിട്ടിട്ടാണ് പിടിപ്പിക്കുന്നത്. വെൽഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കട്ടറുടെ ആ ഒരു ബെഡ് നമ്മൾ തുളയിട്ടിട്ട് അതിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതായത് നമ്മുടെ കട്ടർ അങ്ങനെ പിടിപ്പിക്കാനുള്ള ആ ഒരു ബെഡായി. ഇനി നമുക്ക് ആ ഒരു ബെഡ് നമുക്ക് ആവശ്യത്തിന് നീക്കാൻ പാകത്തിന് നീക്കി ടൈറ്റ് ചെയ്യാൻ പാകത്തിന് നമുക്ക് അവിടെ ഒരു ബോൾട്ട് നമുക്ക് അഴിക്കാൻ പാകത്തിന് ടൈറ്റ് ചെയ്യാൻ പാകത്തിന് ആ ഒരു ബോൾട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു നെറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു നോബ്, അതായത് ഒരു കാലിഞ്ചിൻ്റെ ഒരു കമ്പി വെച്ചിട്ട് നമുക്ക് തിരിക്കാൻ എളുപ്പത്തിന് വെച്ച് വെൽഡ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഹാൻഡിൽ പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ആ ഒരു ഹാൻഡിലാണ് നമ്മൾ ഇതിലേക്ക് പിടിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ കട്ടിങ്ങും കാര്യങ്ങളൊന്നും യാതൊരു വിധ പ്രശ്നമില്ല. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നോ അതിലൊരു മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും കേട്ടോ.